പരാതി എന്ന ഒരു കവിതയുണ്ട്. ആ കവിത ഇങ്ങനെയാണ്: അമ്മയുണ്ടായിരുന്ന നാളിലൊന്നും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. വാ പോയെന്നൊരു കത്തിയോ, തുള വീണെന്നൊരു പാത്രമോ, ചൂടേറിയെന്ന് ഒരു മണി ചോറോ പുലമ്പിയിട്ടില്ല. എന്നാൽ അമ്മ മറഞ്ഞപ്പോൾ ആരോ നെഞ്ചിലമർത്തുന്നുവെന്ന് ചെരവയും, ആരോ ചുട്ടുപൊള്ളിക്കുന്നുവെന്ന് ചട്ടുകവും, ആരോ ശ്വാസം മുട്ടിക്കുന്നുവെന്ന് പുകയും പരിതപിക്കുന്നു. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്നത്തെ ബുക്ക് ഷെൽഫിൽ. ഏവർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. അവസാനത്തെ ചുംബനമെന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അനുഭവങ്ങളുടെ ആലയിലൊരുക്കിയ അക്ഷരങ്ങൾ, അതാണ് അവസാനത്തെ ചുംബനം. ഫാദർ നിബിൻ കുരിശിങ്കലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ജീവൻ ബുക്സാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. 3 തലങ്ങളിലാണ് ഈ പുസ്തകം സഞ്ചരിക്കുന്നത്, 3 ഭാഗങ്ങളായി. ഒന്നാമത്തെ ഭാഗം വീട് എന്ന ശീർഷകത്തിൽ, 2 വിശ്വാസം എന്ന ശീർഷകത്തിൽ, 3 വിളക്ക് എന്ന ശീർഷകത്തിൽ. വീട്ടിലാണ് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. വീട് എന്ന ഭാഗത്താണ് അമ്മയെക്കുറിച്ചുള്ള നല്ല ചിന്തകളുടെ സമാഹാരം. അത് തുടങ്ങുന്നത് ഇപ്രകാരമാണ്: പ്രിയ സുഹൃത്തെ, വീട്ടിൽ അമ്മ എന്നൊരു ജീവിയുണ്ടെങ്കിൽ അതിനെ കട്ടയ്ക്ക് സ്നേഹിച്ചോളൂ. കാരണം അതില്ലാതായാൽ ഭൂമിയിൽ വേറെ ഒരാൾക്കും ആ റോൾ ചെയ്യാനാകില്ല. വല്ലപ്പോഴുമൊക്കെ അമ്മയെ പിന്നിലിരുത്തി ഒരു ഡ്രൈവിന് പോയിക്കൂടെ? ഇടപ്പള്ളി പള്ളിയിൽ നേർച്ചയിട്ട് വരുന്ന വഴിക്ക് അവരെ ആ ലുലു മാളിലൊക്കെ ഒന്ന് കയറ്റി കാണിക്ക്. PVRലെ പുഷ് ബാക്ക് സീറ്റിൽ നമ്മുടെ അമ്മ കൂടി ഒന്ന് ഇരിക്കട്ടെ. കൊല്ലങ്ങൾ കുറേ അമ്മയുടെ പുഷ് ബാക്ക് മടിയിലിരുന്ന കാര്യം മറക്കരുത് കേട്ടോ. നമ്മുടെയൊക്കെ അമ്മമാർക്ക് നമ്മളല്ലേ ഉള്ളൂ ചങ്ങാതി. എത്ര ലളിതമായ വാക്കുകളിലൂടെയാണ് ഇന്നത്തെ മാതൃസ്മരണകളിലേക്ക് എഴുത്തുകാരൻ നമ്മെ കൊണ്ടുപോയത്. നമ്മുടെയൊക്കെ അമ്മമാർക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ചങ്ങാതി എന്ന പരിതപം. ഉള്ളിടത്തോളം കണ്ണ് നിറയാതെ നമുക്കവരെ നോക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലും എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ വയ്ക്കുന്നുണ്ട്. നമ്മൾ റിലീസാകുന്നതിന് മുമ്പേ നമ്മളെ പ്രതി കരച്ചിൽ തുടങ്ങിയ ആളാണ് അമ്മ. ഇനി ആ കണ്ണ് നമ്മളായിട്ട് നിറയ്ക്കരുത്. ആ മനസ്സ് നിറയ്ക്കാം സ്നേഹം കൊണ്ട്. സ്നേഹം കൊണ്ട് ആ മനസ്സ് നിറയ്ക്കാം. ആ കണ്ണുനീര് ഇനി നമ്മൾ കാണരുത് എന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ കണ്ണിൽ ഇനി കണ്ണുനീര് പൊടിയാതെ നമ്മളാണ് നോക്കേണ്ടത്. ആ മാതൃസ്നേഹത്തിലേക്ക്, വാത്സല്യത്തിലേക്കൊക്കെ എന്ന് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നുവോ അന്ന് മാത്രമാണ് നമ്മുടെ അമ്മമാരുടെ പരാതികൾ തീരുന്നത്. അപ്പോഴാണ് ആദ്യം വായിച്ചു കേട്ട കവിത പൂർണ്ണമാകുന്നത്. അമ്മയുണ്ടായിരുന്ന നാളിലൊന്നും ആ പരാതി ഉണ്ടായിരുന്നില്ല. ആ പരാതികൾ ഇന്ന് കേട്ടു തുടങ്ങുകയാണ്. നിശ്വാസങ്ങളായി പല ആവർത്തി പല പരാതികളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ നഷ്ടമാകുമ്പോൾ മാത്രമാണ് ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് യാത്ര പോകേണ്ടി വരുന്നത്. ഓർമ്മയുടെ ഇരുട്ടറയിലേക്ക് തിരിച്ചറിവുകളുടെ വിളക്കുമായി വന്ന ആദ്യത്തെ പെണ്ണാണ് അമ്മ. ആ അമ്മയെ വേണ്ടെന്ന് വെച്ച് ജീവിക്കുന്നവർ അന്ധകാരത്തിലേക്ക് ആഞ്ഞു ചാടുകയാണ്. പല്ലു പൊന്തിയതിൻ്റെ പേരിൽ, കറുത്തുപോയതിൻ്റെ പേരിൽ, വായിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ, നഖത്തിനിടയിൽ അഴുക്കിയിരിക്കുന്നതിൻ്റെ പേരിൽ, ഒന്നെഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ തെന്നി വീണതിൻ്റെ പേരിൽ ആ അമ്മ ഇന്ന് പരിഹസിക്കപ്പെടുന്നുണ്ട്, ഒഴിവാക്കപ്പെടുന്നുണ്ട്, വേണ്ടെന്ന് വയ്ക്കപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെട്ട കറികൾ ആവശ്യത്തിന് കിട്ടാത്തതിൻ്റെ പേരിൽ സ്വന്തം അടുക്കളയിൽ നിന്നും ആരും കാണാതെ കട്ടെടുത്ത് തിന്നേണ്ടി വരുന്നുണ്ട് ചില അമ്മമാർക്ക്. ആരും അറിയാതെ പോവുകയാണ് അവരുടെ ആശകളെ. എത്ര സത്യമായ വരികളാണ്, എത്ര സത്യമായ ആവിഷ്കാരമാണ് എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ കുറിക്കുന്നത്. പലപ്പോഴും ആശകൾ കാണാതെ അടുക്കളയിൽ അവർ തനിച്ചിരിക്കുന്നുണ്ട്. മക്കളായ നമ്മളാണ് അവരുടെ ആശകൾ കാണാതെ പോകുന്നത്. മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ശ്വാസം കൊടുത്ത് ജീവൻ നൽകിയ പിതാവായ ദൈവത്തെ മനുഷ്യൻ മറന്നപ്പോഴാണ് ക്രിസ്തു പിറന്നത്. അതാണ് നമ്മൾ മറന്നുപോയത്. പിതാവിൻ്റെ അതേ വഴിയെ പിച്ചവച്ച പുത്രനും മനുഷ്യന് ജീവൻ നൽകിയതും അതേ ശ്വാസത്തിലൂടെയാണ്. കുരിശിലെ തൻ്റെ അവസാന ശ്വാസം, ആ ശ്വാസത്തിനുള്ളിൽ അവനൊരു വാക്കും കൂടി ചേർത്തു: ഇതാ നിൻ്റെ അമ്മ.
യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലും അതുതന്നെയാണ് നാം കാണുന്നത്. ഈശോയുടെ കുരിശിൻ്റെ ചാരേ നിൽക്കുന്ന അമ്മയും ശിഷ്യനും. ആ ചാരേ നിൽപ്പ്, ആ അടുത്തു നിൽപ്പ് നോക്കിയിട്ടാണ് ഈശോ അമ്മയോട് പറയുന്നത്, ഇതാ നിൻ്റെ മകൻ. തിരിച്ച് മകനോട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ അമ്മ. രണ്ടുപേരും നിന്നത് കുരിശിൻ്റെ ചുവട്ടിൽ അവനോട് ചേർന്നാണ്. ആ ചാരേ നിൽപ്പിലാണ് മാതൃഭാവത്തെ ആവാഹിക്കാനുള്ള ഓർമ്മ മനുഷ്യന് നൽകുന്നത്. അത് സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അതിന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട്. കുരിശിൻ്റെ ചുവട്ടിലെ ഒരു മാതൃക തന്നുകൊണ്ടാണ് ഇവിടെ അത് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത്. മക്കൾക്കു വേണ്ടി ചുമടെടുത്ത് കൂനിപ്പോയ നടുവാണെൻ്റേത്. ഇന്ന് നടുവിൽ ഇത്തിരി തൈലം തേക്കാൻ പോലും ആരുമില്ല, എൻ്റെ കയ്യിൽ കൈയൊട്ട് എത്തുന്നുമില്ല എന്ന് ഒരു അമ്മയുടെ നിശ്വാസമുണ്ട്. നിരവധി മാതൃകകൾ നമുക്ക് മുമ്പിൽ എഴുത്തുകാരൻ തരുന്നുണ്ട്. അതിൽ മനോഹരമായ ഒരു മാതൃക ഇപ്രകാരമാണ്. സ്നേഹത്തിൻ്റെ മാത്രമല്ല, സ്നേഹശൂന്യതകളുടെയും ഇടമായി വേണം വീടിനെ മനസ്സിലാക്കാൻ. നമ്മൾ ആദ്യം കണ്ടുവരുന്നത് വീട് എന്ന തലത്തെക്കുറിച്ചാണ്. കുറവുകളുടെയും നിറവുകളുടെയും ആളുകൾ അതിനകത്ത് ഓടിക്കൂടുന്നുണ്ട്. ചേർത്തു നിർത്തലിൻ്റെയും തള്ളിക്കളയലുകളുടെയും ഉടമകളാണ് നാം ഓരോരുത്തരും. ഇതൊന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്നതേയുള്ളൂ കലഹങ്ങളും പിണക്കങ്ങളും. വലിയ കുടുംബത്തകർച്ചകളുടെ കാരണം കറിയിലേറിപ്പോയ ഉപ്പാണെന്നും ചോറിൽ നീണ്ടുകിടന്ന മുടിയിഴയാണെന്നും വെറുതെ പറയുന്നതാണ്. മുറിക്കകത്തും വീടിനകത്തും പ്രപഞ്ചത്തിലും എല്ലായിടത്തും കലഹങ്ങൾക്ക് കാരണം സ്നേഹശൂന്യത തന്നെയാണ്. സാരമായ കുറവുകളെ നോക്കി സാരമില്ല എന്നുരിയാടാൻ അസാധാരണമായ സ്നേഹം കൂടിയേ നമുക്ക് തീരും. ഇന്ന് വറ്റിപ്പോകുന്ന ഒരു വാക്ക് സാരമില്ല എന്നാണ്. മറ്റുള്ളവൻ സോറി പറയുമ്പോൾ അതിന് മറുപടി പറയാൻ വാത്സല്യങ്ങൾ കൊണ്ടും കരുണ കൊണ്ടും അതിന് മറുപടി കൊടുക്കാൻ, സ്പർശനം കൊണ്ട് അതിനൊരു മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സ്നേഹശൂന്യത. സാരമില്ല എന്ന് പറഞ്ഞു തുടങ്ങാൻ സമയമായി സുഹൃത്തെ. സാരമില്ല എന്ന് മനോഭാവത്തിലൂടെ നടന്നു നീങ്ങുവാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് സമയമായി. അങ്ങനെ വരുമ്പോൾ ജീവിതം എത്രമാത്രം ധന്യമാകുമെന്ന് അമ്മ സങ്കല്പത്തിലൂടെയാണ് നമുക്ക് മുമ്പിൽ എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നത്. എല്ലാ വെയിലുകൾക്ക് ശേഷം ചെന്നു കയറാൻ ഒരു തണൽ മരം, എല്ലാ മഴകൾക്ക് ശേഷം തല തുടയ്ക്കാൻ ഒരു തുവാല, എല്ലാ തണുപ്പിന് ശേഷം ചൂട് പകരാൻ ഒരു പുതപ്പ്, എല്ലാ യാത്രകൾക്ക് ശേഷം ചാരാൻ ഒരു കസേര, എല്ലാ സ്പർശനങ്ങൾക്ക് ശേഷം ഉമ്മ വയ്ക്കാൻ ഒരമ്മ. ജീവിതത്തിൽ അമ്മയെ ഇത്രമാത്രം മധുരമായി വർണ്ണിക്കുന്ന വാക്കുകളില്ല. അത്താണി എന്ന പേരിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇതും എഴുത്തുകാരൻ തന്നെയാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഓരോ കുറിപ്പുകൾക്ക് ശേഷം ഓരോ കവിതകളാണ്. ഈ മാതൃഭാവത്തെക്കുറിച്ചുള്ള എഴുത്തിന് ശേഷം അത്താണി എന്ന പേരിലുള്ള മനോഹരമായൊരു കവിത. എല്ലാ വെയിലുകൾക്ക് ശേഷവും ചെന്നു കയറാൻ പറ്റിയ ഒരു തണൽമരമാണ് അമ്മ. എല്ലാ മഴയ്ക്ക് ശേഷവും തല തുടച്ചു തരുന്ന ഒരു തുവാലയായി അമ്മ മാറുകയാണ്. തണുപ്പിന് ശേഷം ചൂട് പകരുന്ന ഉടുപ്പായി അമ്മ മാറുന്നു. യാത്രകൾക്ക് ശേഷം വിശ്രമിച്ചിരിക്കാൻ ചാരുകസേരയായി അമ്മ മാറുന്നു. എല്ലാ സ്പർശനങ്ങൾക്ക് ശേഷം ഉമ്മ വയ്ക്കുന്ന നല്ല അമ്മയെക്കുറിച്ചുള്ള ദീപ്തമായ ഓർമ്മപ്പെടുത്തൽ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൈമോശം വന്ന ഓർമ്മകളാണിതെങ്കിൽ തിരിച്ചു പിടിക്കേണ്ട ഒരു മിഴിവുറ്റ ഓർമ്മയാണ് അമ്മ. ആ സ്പർശനത്തിലേക്കും വാത്സല്യത്തിലേക്കുമൊക്കെ നമ്മൾ കടന്നു പോകണമെങ്കിൽ തീർച്ചയായും സുവിശേഷത്തിൽ അടിയുറച്ച ഒരു ധ്യാനമുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ മുഖചിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നതും അതുതന്നെയാണ്. പരിശുദ്ധ അമ്മ മകന് കൊടുക്കുന്ന ആ മാതൃഭാവം, അവൻ്റെ കുരിശിൻ ചുവട്ടിൽ നിന്നും അവൾ സ്വീകരിക്കുന്ന മാതൃഭാവം, ആ ഭാവത്തിലൂടെ മാത്രമാണ് നമുക്ക് മാതൃഭാവത്തെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ ഫാദർ നിബിൻ നമുക്ക് മുമ്പിൽ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മ വിചാരങ്ങളെല്ലാം തന്നെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ശാസന എന്ന പേരിൽ മറ്റൊരു കവിത ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. പുസ്തകവും പഠനവും നാണവും മാനവും പടിക്ക് പുറത്ത് വച്ചിട്ട് കാലുകുത്തിയാൽ മതിയെന്ന് ശാസിച്ച കോളേജിലെ കാരണവന്മാർക്ക് നന്ദി. അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ പുരുഷൻ്റെ പക്വതയിലേക്കും സ്ത്രീയുടെ സങ്കടങ്ങളിലേക്കും ഞങ്ങൾ അസമയത്ത് ഓടിക്കയറിയേനെ.
ജ്ഞാനങ്ങളും പഠനങ്ങളുമെല്ലാം കൂടുതൽ ആക്കം കൂടുന്നത് അത് അനുഭവങ്ങളിലൂടെയാണ്. എപ്പോഴാണ് ഒരു സ്ത്രീയെ സ്ത്രീയായി കാണാൻ പറ്റുന്നത് എന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരമായി എഴുത്തുകാരൻ പറയുകയാണ്, അമ്മ എന്ന സ്ത്രീ, അമ്മ എന്ന അനുഭവം ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് ഒരു യഥാർത്ഥ സ്ത്രീ സങ്കല്പത്തെ, അവളെ അമ്മയായും പെങ്ങളായും അനുജത്തിയായുമൊക്കെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധരെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ഇപ്രകാരമാണ്: ഭൂമിയെ മറന്ന് ആകാശത്തെ കൂടുതൽ സ്നേഹിച്ചവരാണോ വിശുദ്ധർ? ചോദ്യം ഇതാണ്. ഭൂമിയെ മറന്ന് ആകാശത്തെ കൂടുതൽ സ്നേഹിച്ചവരാണോ ഈ പറയുന്ന വിശുദ്ധരൊക്കെ? മനുഷ്യരെ മറന്ന് ദൈവത്തെ പ്രണയിച്ചവർ. മനുഷ്യരെ മാറ്റി നിർത്തി ദൈവത്തെ സ്നേഹിക്കുവാൻ ഇതുവരെ എനിക്കായിട്ടില്ല. പക്ഷാപാതത്തിൻ്റെ പാനപാത്രം എന്നും എൻ്റെ ചുണ്ടോടു കൂടെയുണ്ട്. ആർക്കൊക്കെ വേണ്ടിയോ ഞാൻ എന്തൊക്കെയോ അധികം വിളമ്പുന്നുണ്ട്, അവരത് ആവശ്യപ്പെടുന്നില്ലെങ്കിൽ പോലും. നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി അധികം ചിലത് വിളമ്പുന്നുണ്ട്, പക്ഷേ ദൈവത്തിനു വേണ്ടി ഞാൻ എന്താണ് വിളമ്പുന്നത്? ദൈവവിളിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിൽ ഉൾത്തിരിയുന്ന ഒരു ചിന്തയാണിത്. ദൈവവിളി എന്നത് ഞാൻ പ്രാർത്ഥിച്ചു കൈപ്പറ്റുന്നതോ എൻ്റെ മാതാപിതാക്കൾ യാചിച്ചു സമ്പാദിക്കുന്നതോ അല്ല എന്നാണ് പറയുന്നത്. ഇരുളിൽ തപ്പിത്തടയുന്ന ആരുടെയൊക്കെയോ നിലവിളികൾക്കും രോദനങ്ങൾക്കും ദൈവം നൽകുന്ന ഉത്തരമാണിത്. ഇന്ന് നമ്മൾ മറന്നുപോകുന്ന ഒരു ചിന്തയാണ് ദൈവവിളിയെക്കുറിച്ച്. ഇരുളിൽ തപ്പിത്തടയുന്ന ആരുടെയൊക്കെയോ നിലവിളികൾക്കും രോദനങ്ങൾക്കും ദൈവം നൽകുന്ന ഉത്തരമാണിത്. ഓരോരുത്തരുടെയും കരച്ചിലും കണ്ണീരും പറുദീസായുടെ പടി കടന്ന് പടച്ചോൻ്റെ കാതിലെത്തുമ്പോൾ ആ നിലവിളികൾക്ക് അവൻ നൽകുന്ന മറുപടിയാണ് അച്ഛനും കന്യാസ്ത്രീയും അൽമായനുമൊക്കെ. ദൈവം നൽകുന്ന മറുപടിയായി മാറുകയാണ് ദൈവവിളികൾ. നമ്മുടെ നിലവിളികൾക്ക്, നമ്മുടെ രോദനങ്ങൾക്ക്, പ്രാർത്ഥനകൾക്കൊക്കെയുള്ള ഉത്തരമായി മാറുകയാണ് നമ്മുടെ അച്ഛനും കന്യാസ്ത്രീയും അൽമായനും എല്ലാം. അവരുടെ ജീവിതത്തിൽ നിന്നും ഉൾത്തിരിയുന്ന സുഹൃതങ്ങളെല്ലാം ആ നിലവിളിയുടെ, പ്രാർത്ഥനയുടെ ഉത്തരമാണ്. ഭൂമിക്ക് ഒരറ്റത്തിരുന്ന് ചങ്കു തകർന്ന് ഇസ്രായേൽ നിലവിളി ഉയർത്തിയപ്പോഴെല്ലാം ഭൂമിയുടെ മറ്റേ അറ്റത്ത് ഒരു പ്രവാചകനെ പ്രസവിച്ചിടാനായി ദൈവം ഒരുക്കിയ ഒരു പെണ്ണ് ഈറ്റുനോവിൻ്റെ നിലവിളി ഉയർത്തുന്നുണ്ടായിരുന്നു. മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ ദൈവം നൽകുന്ന തൂവാലയാണ് ദൈവവിളിയും അഭിഷിക്തരും. മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ ദൈവം നൽകുന്ന ഉത്തരം അല്ലെങ്കിൽ ദൈവം നൽകുന്ന തൂവാലയാണ് ദൈവവിളിയും അഭിഷിക്തനും. ഇത് മറന്നു പോയിക്കൊണ്ടാണ് പലപ്പോഴും ദൈവവിളിയുടെ യാത്രകളിലേക്ക്, ദൈവവിളിയുടെ പുത്തൻ ബോധ്യങ്ങളിലേക്കും മാനങ്ങളിലേക്കുമൊക്കെ പലരും യാത്രയാകുന്നത്. പക്ഷേ ദൈവജനത്തിൻ്റെ കണ്ണീരൊപ്പാൻ പുരോഹിതന് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആത്മസംഘർഷവും ഇവിടെ ഈ എഴുത്തുകാരൻ, വൈദികനായ എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ വെച്ചു നീട്ടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഉദ്ധരിച്ച കവിതയുടെ പ്രാധാന്യം ഇവിടെ കൂടുതൽ മനോഹരമാകുന്നത്. ഭൂമിയെ മറന്ന് ആകാശത്തെ കൂടുതൽ സ്നേഹിച്ചവരാണോ വിശുദ്ധർ? മനുഷ്യരെ മറന്ന് ദൈവത്തെ പ്രണയിച്ചവർ. മനുഷ്യരെ മറന്ന് ദൈവത്തെ പ്രണയിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യരുടെ കണ്ണീരൊപ്പുന്ന തൂവാലയായി മാറാൻ ഏതൊരു വ്യക്തിക്കും പറ്റും. അത് വൈദികനായാലും കന്യാസ്ത്രീയായാലും അൽമായനായാലും. അമ്മ വിചാരങ്ങളിൽ കേന്ദ്രീകൃതമായിരുന്ന വീട് എന്ന ഭാഗത്തിനു ശേഷം വിശ്വാസം എന്ന ഭാഗത്തിൽ നോമ്പിനെക്കുറിച്ചും ചൈതന്യത്തെക്കുറിച്ചും സ്പർശനത്തെക്കുറിച്ചുമൊക്കെ, അല്ലെങ്കിൽ വിശ്വാസ പ്രകടനത്തിൽ എപ്രകാരം നമ്മൾ ആഴപ്പെടണമെന്ന് എഴുത്തുകാരൻ മനോഹരമായി കുറിച്ചു വച്ചിട്ടുണ്ട്. അതിൽ നോമ്പ് എന്ന ഭാഗം വളരെ മനോഹരമാണ്. കുരിശിലെ ആ വലിയ നോമ്പിന് ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ: സ്നേഹം. ആരുടെയെങ്കിലുമൊക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കേ ആരുടെയും നിർബന്ധമില്ലാതെ ഈ നോമ്പ് ഏറ്റെടുക്കാൻ പറ്റൂ. സ്നേഹം കലർത്തിയ ചില നിയോഗങ്ങളുണ്ടായിരിക്കുക: അപ്പൻ്റെ മദ്യപാനം മാറാൻ, അമ്മയുടെ അസുഖത്തിന് ശമനം, മകളുടെ കഴുത്തിലെ മാല, സിമൻറ്റ് എത്തിത്തീരാത്ത വാർക്ക, അഞ്ചക്കത്തിലെത്തുന്ന ഒരു ശമ്പളം. ഇവയ്ക്കെല്ലാം ഉത്തരമുണ്ട്. എന്തിനാണ് ഈ നോമ്പ് എന്ന ചോദ്യം ചോദിക്കാതിരുന്നാൽ മാത്രം? ഇനി ഇതുപോലൊരു നിയോഗം ഇല്ലാത്ത ഒരു നോമ്പുണ്ട്, അതാണ് വേണ്ടതും. തികച്ചും
ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു നോമ്പ്. നമ്മുടെ നിയോഗങ്ങളെക്കാൾ ഉപരി, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങളെക്കാൾ ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഒരു നോമ്പ്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് അതിനു വേണ്ടി മാത്രം ഒരു കുരിശിൻ്റെ വഴി. അത് നമ്മുടെ ജീവിതത്തിൽ എന്നാണ് സംഭവിക്കുക എന്ന് എഴുത്തുകാരൻ ഇവിടെ വ്യാകുലപ്പെടുന്നുണ്ട്. നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണിത്. എപ്പോഴാണ് ക്രിസ്തുവിന് വേണ്ടി ഒരു നോമ്പെടുക്കാൻ പറ്റുന്നത്? ക്രിസ്തുവിന് വേണ്ടി ഒരു കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകാൻ എനിക്കും നിങ്ങൾക്കും പറ്റുന്നത്? തമ്പുരാനെ തൊട്ടവർക്കും തമ്പുരാൻ തൊട്ടവർക്കുമുണ്ടായ തീപ്പൊള്ളലിൻ്റെ പേരാണ് വിശ്വാസം. ഈ ഭാഗത്ത് ഏറ്റവും മർമ്മമായി എനിക്ക് തോന്നിയ വരിയാണിത്. തമ്പുരാനെ തൊട്ടവർക്കും തമ്പുരാൻ തൊട്ടവർക്കുമുണ്ടായ തീപ്പൊള്ളലിൻ്റെ പേരാണ് വിശ്വാസം. 12 വർഷക്കാലം വിവിധ വൈദ്യന്മാർ തൊട്ടത് രക്തസ്രാവക്കാരിയുടെ കോശങ്ങൾ അറിഞ്ഞില്ലല്ലോ. എന്നാൽ അവൻ പോലും അറിയാതെ വെറുതെ അവൻ്റെ പുടവയിൽ തൊട്ടപ്പോൾ അവൾക്ക് തീപ്പൊള്ളലേറ്റുവെന്നാണ് വചനം. സൗഖ്യത്തിലൂടെ എങ്ങനെ, അല്ലെങ്കിൽ സ്പർശനത്തിൻ്റെ വഴികളിലൂടെ എപ്രകാരം വിശ്വാസത്തിൽ ആഴപ്പെടാൻ പറ്റുമെന്ന് വചനം നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുകയാണ്. 5-6 ആളുകൾ കൂടി തോളിലെടുത്തു വച്ച ശവമഞ്ചത്തിലുണ്ടായിരുന്നവന് അനക്കമുണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ ക്രിസ്തു മഞ്ചത്തിൽ തൊട്ടപ്പോൾ മരിച്ചവൻ എഴുന്നേറ്റ് നിന്നുവെന്ന് മറ്റൊരു വചനം. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു നോട്ടമല്ല അവൻ്റെ സ്പർശനം. ക്രിസ്തുവിനെ തൊടുന്നവർ ആയിരങ്ങളാണ്. എന്നാൽ ക്രിസ്തു തൊടുന്നവരോ? ക്രിസ്തുവിനെ തൊടുന്നവരെ എത്രമാത്രം വചനത്തിലൂടെ നാം കണ്ടെത്തും? പക്ഷേ ക്രിസ്തു തൊടുന്നവർ ചുരുക്കമാണ്. ക്രിസ്തു തൊട്ടവരെല്ലാം പൊള്ളലേറ്റ വിശ്വാസത്തിൽ ആഴപ്പെട്ട ചില വ്യക്തിത്വങ്ങളായി, ബിംബങ്ങളായി നമുക്ക് മുമ്പിലുണ്ട്. തൊട്ടോളൂ എന്ന് പറഞ്ഞ് അവൻ നിന്നു കൊടുക്കുന്നവരും വളരെ വിരളമാണ്. അതുപോലൊരു സൗഭാഗ്യം ലഭിച്ചവനാണ് തോമസ്. തമ്പുരാനെ തൊട്ടവർക്കും തമ്പുരാൻ തൊട്ടവർക്കുമുണ്ടായ തീപ്പൊള്ളലിൻ്റെ ഈ പൊള്ളലിലേക്ക്, ഈ വിശ്വാസത്തിലേക്ക് എന്നാണ് നമുക്ക് കടന്നു പോകാൻ പറ്റുന്നത്? ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ആവാഹിക്കുമ്പോൾ മാത്രമാണ് വിശ്വാസം എന്ന ഈ ഭാഗം, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഇദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന അർത്ഥതലങ്ങളെല്ലാം, അനുഭവങ്ങളായാലും യാഥാർത്ഥ്യങ്ങളെല്ലാം കൂടുതൽ അർത്ഥവത്തായി മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പള്ളിയോടടുത്തിരിക്കുന്നവർ അനേകരാണ്. മനോഹരമായൊരു വചനമാണ്. പള്ളിയോടടുത്തിരിക്കുന്നവർ അനേകരാണ്, എന്നാൽ ദൈവത്തിൽ അരികിലിരിക്കുന്നവരോ വളരെ വിരളമെന്നാണ് പറയുക. വിളിക്കപ്പെട്ടവരനേകം, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ വ്യക്തമാകുകയാണ്. വളരെ വ്യക്തമായ വരികളാണ്. പള്ളിയോടടുത്തിരിക്കുന്നവർ അനേകരാണ്, എന്നാൽ ദൈവത്തിന് അരികിലിരിക്കുന്നവരോ വിരളം. വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കം. അതുകൊണ്ടായിരിക്കാം ആൻ്റണി ഡി മൊല്ലയോടെ ഈ വരികൾ വളരെ അർത്ഥവത്തായി മാറുന്നത്. ഹൃദയത്തിൽ ദൈവത്തെ നഷ്ടപ്പെട്ടവർക്കെങ്ങനെ ദേവാലയത്തിൽ അവനെ കണ്ടെത്താനാകും? ഹൃദയത്തിൽ ദൈവം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും ദേവാലയത്തിൽ ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുകയില്ല. ആ വിചാരങ്ങൾ ജീവിതത്തിൽ കൂടുതൽ ദൃഢമാകുമ്പോൾ വിശ്വാസം കൂടുതൽ ആഴപ്പെടുമെന്നാണ് നിബിൻ എന്ന എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അടുത്തത് വെളിച്ചത്തെക്കുറിച്ചാണ്. വിശ്വാസത്തിൻ്റെ പടവുകൾ കയറി വിശ്വാസത്തിൻ്റെ പാതയിലൂടെ നമ്മെ കൊണ്ടുപോകുന്ന വിശുദ്ധർ, അധ്യാപകർ, ഗുരുക്കന്മാരെല്ലാം വെളിച്ചത്തിൻ്റെ പാതയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. എങ്ങനെയാണ് വെളിച്ചത്തിൻ്റെ പാതയിലൂടെ നമ്മൾ കടന്നു വരുന്നത്? ഒന്ന് മാറി ചിന്തിക്കാം. നിയോഗങ്ങളൊന്നുമില്ലാതെ വിശുദ്ധരോടുള്ള സ്നേഹമൊന്നുകൊണ്ട് മാത്രം നാം രൂപം ചുംബിക്കുമ്പോൾ അതിലല്പം ആത്മീയതയുണ്ട്. അല്ലാതെ അവനവൻ്റെ ആവശ്യങ്ങൾക്കുമേൽ അടയിരുന്ന് അടി ചൂടായി കഴിയുമ്പോൾ അതിനെ കയറി വെറുതെ ആത്മീയത എന്നൊന്നും വിളിച്ചേക്കരുത്. ഒരു വിശുദ്ധനും നിൻ്റെ വീടിൻ്റെ ആധാരവും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഒരു പുണ്യവാനും ഹൈക്കോടതി ജഡ്ജിയെ പരിചയമില്ല. നീ കൊടുക്കുന്ന കേസിൻ്റെ വിധി മാറ്റി എഴുതാൻ ആർക്കും സാധ്യമല്ല. ഒരു പുണ്യവതിയും മാട്രിമോണിയൽ സൈറ്റ് തുടങ്ങിയിട്ടില്ല. ആരുടെയും കല്യാണം നടത്താൻ നീ നിരത്തി വയ്ക്കുന്ന നിയോഗങ്ങളുടെ തീർപ്പ് കൽപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും വിശുദ്ധരുടെ കൈവശമില്ല. ആകെയുള്ളത് ക്രിസ്തുവിന് നൽകാൻ സ്നേഹം സൂക്ഷിച്ച ഒരു വലിയ കൽബ് മാത്രമാണ്. വെളിച്ചത്തിൻ്റെ പാതയിലൂടെ ജീവിതം കരകയറണമെങ്കിൽ
വെളിച്ചത്തിൻ്റെ വാതായനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നിടാൻ ചിലരൊക്കെ നമ്മുടെ ഒപ്പമുണ്ടാകണം. ആ ഒപ്പമുണ്ടാകേണ്ടത് നമ്മുടെ സോൾമേറ്റ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത്, നമ്മുടെ ചങ്ങാതിയൊക്കെയാണ്. ആ ചങ്ങാതിമാരെ എപ്രകാരം സെലക്ട് ചെയ്യാൻ നമുക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ അടിസ്ഥാനമായ ഒരു ചോദ്യം. എപ്രകാരമാണ് എൻ്റെ ചങ്ങാതിയെ ഞാൻ തിരഞ്ഞെടുക്കുന്നത്? എൻ്റെ ചങ്ങാതി ആരാണ്? നമുക്ക് പരസ്പരം ചോദിച്ചു നോക്കാം. നീ എൻ്റെ ഉറ്റ മിത്രം തന്നെയാണോ? നീ എൻ്റെ ഉറ്റ ചങ്ങാതി തന്നെ ആണോ എന്ന്. നിൻ്റെ കണ്ണീരൊപ്പാൻ ഒരാൾ കൂടെ ഉണ്ടായിരിക്കുക എന്നതല്ല സൗഹൃദത്തിൻ്റെ അർത്ഥം. നിൻ്റെ കണ്ണ് കലങ്ങാതെയും നിറയാതെയും നോക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നതാണ് അതിൻ്റെ മാനം. ഒറ്റയ്ക്കായി പോകുമ്പോൾ അരികിലിരിക്കാൻ ഒരാൾ വരുന്നതല്ല സൗഹൃദം. ഒറ്റപ്പെടൽ എന്നത് എന്താണെന്നറിയിക്കാതെ നിൻ്റെ ആത്മാവ് പോലെ കൂടെ ഒരാൾ ഉണ്ടാവുക എന്നതാണ് സൗഹൃദത്തിൻ്റെ പരിശുദ്ധി. സരളമായ ഒരു ആശയമാണ് മൈത്രി എന്ന് തെറ്റിദ്ധരിക്കരുത്. വേദനാജനകമായ ഒരു ഉത്തരവാദിത്വമാണ് സുഹൃത്തായിരിക്കുക എന്നത്. ദൈവം അറിയാതെ ഒരാൾ പോലും നിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണ് സത്യം. കാരണം നിൻ്റെ ജീവിതം ഇന്ന് ഇങ്ങനെയായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കയറിയിറങ്ങിപ്പോയ ചില സൗഹൃദങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആരാണ് നിൻ്റെ ചങ്ങാതി? നിൻ്റെ ജീവിതം ഇന്ന് സുഹൃതപൂർണമാണെങ്കിൽ, വിശുദ്ധമാണെങ്കിൽ തീർച്ചയായും നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ചങ്ങാതിമാരെല്ലാം വിശുദ്ധരാണ്, സുഹൃതം നിറഞ്ഞവരാണ്. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാം സുഹൃതം നിറഞ്ഞ വിശുദ്ധരായ സോൾമേറ്റ്സിനെ, ചങ്ങാതിമാരെ. അനേകം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്നതല്ല, ഒരാളുടെയെങ്കിലും ആത്മമിത്രമായിരിക്കുക എന്നതാണ് വേണ്ടത്. റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകത്തിന് അയാൾ ശീർഷകമായി ഇട്ടത് ഈ പേരാണ്: ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ? നീ മരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ആര് കരയും? നിങ്ങൾ മരിക്കുമ്പോൾ ആരൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി കരയാൻ പോകുന്നത്? ഓടി നടക്കാൻ ഉயிருണ്ടായിരുന്ന നേരത്ത് നീ ആരെയൊക്കെ കണ്ടുവെന്നോ? ആരൊക്കെ നിൻ്റെ കൂടെ ഓടി എന്നതോ അല്ല ജീവിതത്തെ സാർത്ഥകമാക്കുന്നത്. അത് 6 അടി മണ്ണിലേക്ക് നീ ഒതുങ്ങി ഒടുവിലത്തെ ഉറക്കം ആരംഭിക്കുമ്പോൾ ആരൊക്കെ നിൻ്റെ ജഡത്തിനരികിൽ നിൽക്കുന്നു എന്നതിലാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ആരാണ് നിനക്കൊപ്പം നിൽക്കുന്നത്? പ്രിയ കൂട്ടുകാരാ, നിൻ്റെ ചങ്ങാതി ആരാണ്? നമുക്ക് ചിന്തിച്ചെടുക്കാം, നമുക്ക് ധ്യാനിച്ചെടുക്കാം. ആരാണ് എൻ്റെ ചങ്ങാതി? ഈ പുസ്തകം അവസാനിക്കുന്നത് അങ്ങനെയാണ്: ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ? നീ മരിക്കുമ്പോൾ ആര് നിനക്ക് വേണ്ടി കരയും? അവസാനത്തെ ചുംബനം എന്ന ഈ പുസ്തകം ഇപ്രകാരം വിശ്വാസത്തിലൂടെയും വെളിച്ചത്തിലൂടെയും വീടിലൂടെയുമൊക്കെ ധന്യമാകുന്നത് നല്ല ഓർമ്മപ്പെടുത്തലുകളിലൂടെയാണ്, നല്ല ധ്യാനത്തിലൂടെയാണ്. ഈ 3 അധ്യായങ്ങളും 3 ഭാഗങ്ങളും വിശ്വാസത്തിൽ ആഴപ്പെടാനും വെളിച്ചത്തിലേക്ക് കടന്നു വരാനും ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട അമ്മയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിലും ഒക്കെയാണ്. അങ്ങനെ വരുമ്പോൾ ജീവിതം കൂടുതൽ ധന്യമാക്കുവാൻ വളരെ അനുയോജ്യമായ ഒരു പുസ്തകമാണ് അവസാനത്തെ ചുംബനം.